ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു ഉണ്ണിയപ്പം ഇട്ടിട്ടുണ്ട്, അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. കണ്ടില്ലേ, എന്ന് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായി കാണുന്നവരാണ് വെച്ചെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണ് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ് വെച്ച് ചെയ്യുകയാണ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാം. നമുക്ക് എങ്ങനെ ഇത് ചെയ്യണേ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മെഷർമെൻറ്റ് കപ്പിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് അളവിലാണോ, ഏത് ഗ്ലാസിൻ്റെ അളവിലാണോ എടുക്കണത് അതിനനുസരിച്ചിട്ട് എല്ലാം മാറ്റം വരുത്തണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മെഷർമെൻറ്റ് കപ്പിൽ 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോൾ നമുക്കൊരു ഗോതമ്പിൻ്റെ ചെറിയ ടേസ്റ്റ് തോന്നിക്കും. അതെല്ലാം തണുത്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല. ഇനി നിങ്ങൾക്ക് മൈദയാണ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളത് വെച്ചെങ്കിൽ അത് ഉപയോഗിച്ചോളൂ. ഇതാകുമ്പോൾ ഹെൽത്തി ആയി. അപ്പോൾ ഒരു 2.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ വറുത്ത പൊടിയാണ്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പം പത്തിരിപ്പൊടി അങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുറവ് മതിയായിരിക്കും. ഇപ്പം ഞാനൊരു 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 9 ബെല്ലം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് അളവ് ഇപ്പോൾ വെയിറ്റ് നമുക്ക് എന്തായാലും 1/2 കിലോന് മീതെ ഉണ്ടായിരിക്കും. 9 ബെല്ലം ശർക്കര എടുത്തിട്ടുണ്ട്. 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കുന്നതൊക്കെ ഒത്തിരി കുറഞ്ഞ് കിട്ടും. മറ്റേ പഴത്തിനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ നമുക്ക് നേന്ത്രപ്പഴം ഇടുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം ഒരു 8-9 ഏലക്കായ, അത് നന്നായി പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം എള്ള്, പിന്നെ നെയ്യ്, നാളികേരം, ഇത്രയാണ് നമുക്ക് ആവശ്യം. അപ്പം നമ്മൾ ഏത് അളവിലാണോ ഗോതമ്പ് പൊടി എടുത്തത് ആ കപ്പിൻ്റെ അളവിൽ ഞാൻ പറയാം. ഏകദേശം ഇപ്പോൾ 9 ബെല്ലം ശർക്കര നമ്മളൊരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് യോജിപ്പിച്ചെടുക്കണം. അപ്പം ഒന്ന് ചൂടാറി വരട്ടെ. നമുക്ക് അതിലത്തെ കല്ലൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കാം, ശർക്കരയിലത്തെ. അപ്പം നമുക്കിനി ഇതിലത്തെ പഴം നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായി പഴുത്ത പഴമായിരിക്കും കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ നമ്മളിതുപോലെ കളറൊക്കെ മാറി വരുമ്പോൾ എടുത്ത് വയ്ക്കുന്ന പഴം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് സാധാരണ കഴിക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്കിതുപോലെ ഉണ്ണിയപ്പം തയ്യാറാക്കാം, വേസ്റ്റായി പോവില്ല. നന്നായി പഴുത്തതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കായ പൊളിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഏലക്കായ പൊടിയാണെന്ന് വെച്ചെങ്കിൽ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ തന്നെ അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടി നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ച് നോക്കിയിട്ട്, അല്ലാണ്ട് നമ്മൾ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ച് നോക്കി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ആക്കി വെച്ച 4 കപ്പ് വെള്ളവും കറക്റ്റ് പാകമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇത്ര ഒരു ലൂസിൽ വേണം നമുക്ക് ആവാൻ. ഇപ്പം ഞാൻ 4 കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പഴവും ഏലക്കായ ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി നമ്മൾ പഴം അരച്ചും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പഴം അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അഥവാ ഇനി നമുക്ക് ശർക്കരയുടെ പാനി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചവെള്ളം മാക്സിമം ചേർക്കാതിരിക്കുക. ചൂടാറിയ വെള്ളം ഉണ്ട് വെച്ചെങ്കിൽ തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. അതിന് നമ്മളിപ്പോൾ തിളപ്പിച്ച 4 കപ്പ് വെള്ളം കറക്റ്റ് പാകമാണ്. ഇപ്പോൾ ഇത്തിരി ലൂസാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മളിനി നാളികേരമൊക്കെ വറുത്ത് ചേർത്ത് വരുമ്പോൾ കറക്റ്റ് അതിൻ്റെ ആ ഒരു പാകമായിരിക്കും. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് വേണമെങ്കിൽ തയ്യാറാക്കണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമുക്കതൊരു 3 മണിക്കൂർ നേരമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറച്ച് അപ്പക്കാരം അല്ലെങ്കിൽ സോഡാപ്പൊടി ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. പക്ഷെ നമുക്കതൊന്നും ചേർത്ത് കൊടുക്കണ്ട. അതല്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കൊരു 3 മണിക്കൂർ നേരമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. എങ്കിലും നമുക്ക് ആ മധുരം ബാലൻസ് ചെയ്ത് കിട്ടുള്ളൂ. മധുരമുള്ള ഏത് സാധനത്തിലും കുറച്ച് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്താലാണ് കറക്റ്റായിട്ട് ആ മധുരം നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടുക. അപ്പം നാളികേരം നമുക്ക് ഇപ്പം തന്നെ വറുത്ത് ചേർക്കണമെന്നില്ല. അത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്കൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നാളികേരമൊക്കെ വറുത്തത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാം. ഇനി നമുക്ക് നാളികേരം വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നെയ്യിലാണ് നാളികേരം വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഞാൻ ഒരു നാളികേരം ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു 3/4 ഭാഗം. അപ്പോൾ ചെറിയ നാളികേരമാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് നാളികേരം
ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പം നമ്മൾ കൊത്തായിട്ടല്ല ഇട്ടിരിക്കുന്നത്, ചെറിയ പീസുകളാക്കിയിട്ട് ചീകി എടുത്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരവി ചേർക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാട്ടോ. ഞാൻ അങ്ങനെ ചെറുതാക്കാറാണ് പതിവ്. നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്നായി വരുമ്പോൾ എള്ളിട്ട് കൊടുത്താൽ മതി. ഇപ്പം തന്നെ നമ്മൾ എള്ളിട്ട് കൊടുക്കണ്ട കേട്ടോ, ഒരു ഇതായി വരുമ്പോൾ മാത്രമേ എള്ളിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന എള്ള് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി, നന്നായി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് കളർ ചേഞ്ചായി വരും, ഒരുപാട് കരിഞ്ഞ പോലെ ആവരുത്. ഇപ്പം അത്യാവശ്യത്തിന് നല്ല കളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന എള്ളുണ്ടല്ലോ, അത് പൊട്ടി വരുന്ന ഒരു ശബ്ദം കേൾക്കും. അത് ഏകദേശം നിന്ന് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് കളറായിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് നേരം നമ്മൾ ഇടാൻ പാടില്ല, കാരണം എള്ള് കരിഞ്ഞു പോകും. നന്നായി ഇളക്കി നമുക്കിനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നാളികേരം നന്നായി ചൂടാറിയിട്ട് ഇത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് നമ്മൾ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല ഒരു നെയ്യിൻ്റെ മണമൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായി കാഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് എണ്ണ കുടിക്കാതെ നമുക്ക് കിട്ടുക, അതുപോലെ വിട്ട് കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഒരുപാട് നമ്മൾ നിറച്ചൊഴിക്കേണ്ട, കാരണം ഇത് ജസ്റ്റ് ഒന്ന് പൊന്തി വരുമല്ലോ, അപ്പോൾ അതിനുള്ളൊരു സ്ഥലം നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് കാരണം ഒരുപാട് നിറച്ചൊഴിച്ചു കൊടുക്കരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ എണ്ണ നന്നായി ചൂടായി വന്നാൽ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ. കാരണം ഹൈ ഫ്ലെയിമിൽ ഇട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കരിക്കാൻ നിൽക്കണ്ട. മറിച്ചിട്ട് കൊടുത്ത് ഈ ഭാഗമായി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. അല്ലാണ്ട് ഒരു ഭാഗം തന്നെ ഫുള്ളായി ഇങ്ങനെ ആവാൻ വേണ്ടി നിൽക്കണ്ട. ഇതൊക്കെ ആയി വന്നിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ഇത് തെന്നി വീഴാനുള്ള സാധ്യതയൊക്കെ ഒന്ന് കുറയും. നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്താൽ അതിൽ ബാക്കി എണ്ണയൊക്കെ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാവും. ടിഷ്യൂവിലേക്ക് ഇട്ടാൽ ബാക്കിയുള്ള എണ്ണയൊക്കെ വലിച്ചെടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ഉണ്ണിയപ്പങ്ങളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 62 ഉണ്ണിയപ്പമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ തയ്യാറാക്കുമ്പോൾ എപ്പോഴും അത് അത്യാവശ്യം കൂടുതൽ ഒരു ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുള്ളൂ, കാരണം അത്യാവശ്യം ഒരു ബിഗ് ഫാമിലിയാണ് ഞങ്ങളുടെ. അപ്പോൾ അത് കാരണം തന്നെ ആ ഒരു അളവിലാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത അളവിൻ്റെ കറക്റ്റ് പകുതി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെന്ന് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്